PSG അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ അനിൽകുമാർ. സെറ്റ് തിയറി ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന ഏതാനും ചില കണക്കുകളാണ് ഈ എപ്പിസോഡിലൂടെ നാം പരിചയപ്പെടുന്നത്. എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യൂ. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ബട്ടണോടൊപ്പമുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ എൻ്റെ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ കണക്കൊന്ന് നോക്കൂ. 100 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ഗണിതശാസ്ത്രത്തിന് 50 കുട്ടികളും ഇംഗ്ലീഷിന് 70 കുട്ടികളും പാസ്സായി. 5 പേർ ഗണിതശാസ്ത്രത്തിനും ഇംഗ്ലീഷിനും തോറ്റു. 2 സബ്ജക്റ്റിലും വിജയികളായ വിദ്യാർത്ഥികളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. ഓപ്ഷൻ നമുക്ക് നൽകിയിട്ടുണ്ട്. ഓപ്ഷൻ എ 25, ഓപ്ഷൻ ബി 30, ഓപ്ഷൻ സി 50, ഓപ്ഷൻ ഡി 45. 2006 നടന്ന BO തസ്തികയിലേക്കുള്ള പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. നമുക്ക് പരിശോധിക്കാം ഇത്തരം ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിമിഷങ്ങൾക്കകം എങ്ങനെ കണ്ടെത്തും. സെറ്റ് തിയറി ഉപയോഗിച്ചാണ് നമ്മൾ ഈ കണക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ഇവിടെ ആകെ കുട്ടികൾ 100 ക്ലാസ്സിലുള്ള ആകെ കുട്ടികൾ 100. ഗണിതത്തിൽ വിജയിച്ചവർ 50 ഉണ്ട്, ഇംഗ്ലീഷ് ജയിച്ചവർ 70 ഉണ്ട്, 2ലും തോറ്റവർ 5 ഉണ്ട്. ഇതിനെ സെറ്റ് തിയറിയിൽ നമ്മൾ വെൺചിത്രത്തിലാക്കിക്കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കുക. ഇവിടെ ഗണിതത്തിൽ 50 പേർ വിജയിച്ചു, ഇംഗ്ലീഷിൽ 70 പേർ വിജയിച്ചു, 2ലും തോറ്റവരാണ് 5. നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി. ഗണിതത്തിൽ ജയിച്ചവർ ഇംഗ്ലീഷിലും ജയിച്ചിട്ടുണ്ട്. കോമൺ ആയ ഒരു വിഭാഗമുണ്ട്. ഇംഗ്ലീഷിൽ തോറ്റവർ മാത്സിലും തോറ്റിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ 2ലും തോറ്റവർ 5 പേരുണ്ടായത്. 2ലും തോറ്റവർ 5 പേരുണ്ടല്ലോ. ആ സാഹചര്യത്തിൽ വെൺചിത്രമായി നമ്മളിതിനെ ചിത്രീകരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, വേറിട്ട സർക്കിളുകൾ ഇതിനു വേണ്ടി സ്വീകരിക്കാൻ പാടില്ല. വേറിട്ട സർക്കിളുകളാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഗണിതശാസ്ത്രത്തിൽ ജയിച്ചവർ ഇംഗ്ലീഷിൽ ജയിക്കാൻ പാടില്ല, ഗണിതശാസ്ത്രത്തിൽ തോറ്റവർ ഇംഗ്ലീഷിൽ തോൽക്കാൻ പാടില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ വേറിട്ട 2 സർക്കിളുകൾ എടുക്കാൻ കഴിയൂ. ഇവിടെ അതല്ല. ഈ ഗണിതശാസ്ത്രത്തിൽ ജയിച്ചവർ ഇംഗ്ലീഷിലും വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 വൃത്തങ്ങളും ഈ വെൺചിത്രത്തിൽ ഈ 2 സർക്കിളുകളും സംയോജിക്കുന്ന ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ അവരെ എഴുതേണ്ടത്. അപ്പോൾ വെൺചിത്രത്തെ സംബന്ധിച്ചുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കൂ. ഇവിടെ 2 കോമൺ ആയിട്ട് നമുക്ക് തന്ന കാര്യം 2ലും തോറ്റവരാണ്. 2ലും തോറ്റവർ, ഈ സെൻറ്റർ ഭാഗത്ത് ആ 2ലും തോറ്റവരെ നമ്മൾ എഴുതുന്നു 5 പേർ. അപ്പോൾ ഇനി ഇവിടെ എഴുതേണ്ടത് തോറ്റവരുടെ വിവരങ്ങളായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള കണക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കോമൺ ആയിട്ട് തന്നിരിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. കോമൺ ആയിട്ട് തന്നത് ഇവിടെ 5ആണ്, 2ലും തോറ്റവരാണ്. അത് നമ്മളിവിടെ എഴുതി. ഇനി വിജയികളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയില്ല. കാരണം തോറ്റവരെ സംബന്ധിക്കുന്ന മാത്സിൽ തോറ്റ ആൾക്കാരുടെ സർക്കിള്, ഇംഗ്ലീഷിൽ തോറ്റ ആൾക്കാരുടെ സർക്കിളാണ് നമ്മളിവിടെ വരച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ നാം ചെയ്യേണ്ടത് എന്താണ്? തോറ്റവരെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത്. അത് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. ഗണിതത്തിൽ 100 പേരിൽ 50 പേർ വിജയിച്ചെങ്കിൽ എത്ര പേർ തോറ്റിട്ടുണ്ട്? 50 പേർ തോറ്റിട്ടുണ്ട്. സംശയമില്ലാത്ത കാര്യമാണല്ലോ. അപ്പോൾ നമ്മൾ നോക്കൂ, 50 പേർ തോറ്റിട്ടുണ്ട്. പക്ഷേ 50 എന്ന് ഇവിടെ എഴുതാൻ കഴിയുമോ? കഴിയില്ല. 50 എന്ന് ഇവിടെ എഴുതരുത്. കാരണം കോമൺ ആയിട്ടുള്ള സർക്കിളിൻ്റെ ഭാഗത്ത് 5 കിടപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ 45 എന്നിവിടെ എഴുതിയാൽ മതി. നിങ്ങൾ ശ്രദ്ധിക്കൂ, 45ഉം 5ഉം 50. പ്രശ്നമില്ലല്ലോ. ഇനി നമുക്ക് ഇംഗ്ലീഷിൽ തോറ്റവരെ നോക്കാം. ഇംഗ്ലീഷിൽ 100ൽ 70 പേരല്ലേ വിജയിച്ചത്. അപ്പോൾ എത്ര പേർ തോറ്റിട്ടുണ്ടാകും? 30 പേർ തോറ്റിട്ടുണ്ട്. ഇംഗ്ലീഷിൽ 30 പേർ തോറ്റിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് 30 എന്ന് എഴുതാൻ കഴിയുമോ? അങ്ങനെ വന്നാൽ 30ഉം 5ഉം 35 ആവില്ലേ? അങ്ങനെ എഴുതരുത്. നമ്മളവിടെ എന്താണ് എഴുതേണ്ടത്? 25. നോക്കൂ, 5ഉം 25ഉം ചേരുമ്പോൾ 30 ആകും. ശരിയല്ലേ? അപ്പോൾ മാത്സിന് തോറ്റവർ 50, ഇംഗ്ലീഷിന് തോറ്റവർ 30 എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളിത് കൂട്ടിയാൽ, ഇതിനെ തമ്മിൽ കൂട്ടിയാൽ നമുക്ക് ആ പരീക്ഷയിൽ തോറ്റവരുടെ എണ്ണം കിട്ടും. പരീക്ഷയിൽ തോറ്റവരുടെ എണ്ണം നമുക്ക് ലഭിക്കും. നോക്കൂ, 45ഉം 5ഉം 50, 50ഉം 25ഉം 75 പേർ, 100ൽ 75 പേർ ആ പരീക്ഷയിൽ തോറ്റു. ആ പരീക്ഷയിൽ 100ൽ 75 പേർ തോറ്റു. 75 പേർ തോറ്റു എന്ന് പറഞ്ഞാൽ 100ൽ നിന്ന് 75 പോയാൽ 25 പേർ ജയിച്ചു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ
ഇത് എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്തതെന്ന് നിങ്ങൾ മനസ്സിലായി കാണും. പക്ഷേ മിക്കപ്പോഴും പരീക്ഷയിൽ നമുക്ക് വെൺചിത്രങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വരച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ ഉത്തരം കണ്ടെത്താൻ പറ്റിയില്ല എന്നിരിക്കും. ഈ വെൺചിത്രം വരയ്ക്കാതെ തന്നെ ഈ ഐഡിയ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വെൺചിത്രം വരച്ചത്. വെൺചിത്രമില്ലാതെ ഇതെങ്ങനെ നിമിഷങ്ങൾക്കകം കണ്ടുപിടിക്കാൻ കഴിയും എന്ന് ശ്രദ്ധിക്കൂ. നോക്കൂ, ആകെ കുട്ടികൾ 100, ഗണിതത്തിൽ 50 പേർ വിജയിച്ചു, ഇംഗ്ലീഷിൽ 70 പേർ വിജയിച്ചു. നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്ന ഒരു പോയിൻ്റാണ് രണ്ടിലും തോറ്റവർ 5. അപ്പോൾ നമ്മൾ കരുതുന്നു തോറ്റവരുടെ ഡേറ്റ വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയൂ. അതുകൊണ്ട് നമ്മൾ ഇതിനെ തോറ്റവരിലേക്ക് മാറ്റുന്നു. 100-ൽ 50 പേർ വിജയിച്ചു, അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു 50 പേർ തോറ്റു. 70 പേർ ഇംഗ്ലീഷിൽ വിജയിച്ചു, അപ്പോഴെത്രയാണ്? 30 പേർ തോറ്റു. അപ്പോൾ നമുക്ക് കിട്ടി തോറ്റവരുടെ എണ്ണം എത്രയാണ്? 50, 50, 30, 80. പക്ഷേ ആ 80-ൽ ഒരു ഡ്യൂപ്ലിക്കേഷൻ വരുന്നതായി നമുക്ക് രണ്ടിലും തോറ്റവർ 5 പേരുണ്ട്. ഇപ്പോഴിത് ഈ 50-ലും 5 കിടപ്പുണ്ട്, 30-ലും 5 കിടപ്പുണ്ട്. ഇത് ആവർത്തിച്ച് വരേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? 50-ഉം 30-ഉം ഇത് രണ്ടിലും തോറ്റവരാണ്. അപ്പോൾ തോറ്റവരുടെ കണക്കെടുത്തു. 50, 30, 50, 30, 80. 80-ൽ 5 2 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു. അതിൻ്റെ ആവശ്യമില്ല, ഒരു പ്രാവശ്യം വന്നാൽ മതി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? 80-ൽ നിന്ന് എന്ത് ചെയ്യുക? 80-ൽ നിന്ന് ആ കോമൺ ആയിട്ട് തോറ്റ ആൾക്കാരെ കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടി? 75 പേർ. 75 പേർ ഈ പരീക്ഷയിൽ തോറ്റതായി നമ്മൾ മനസ്സിലാക്കുന്നു. ഉടനെ തന്നെ വിജയികളുടെ എണ്ണം നമ്മുടെ മനസ്സിൽ എത്തിക്കഴിയും. 100-ൽ 75 പേരല്ലേ തോറ്റത്, 25 പേർ വിജയിച്ചു. നമുക്ക് നിസ്സാരമായിട്ട് അതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ 25 എന്ന് നമുക്ക് ഉത്തരം കണ്ടെത്തുവാൻ കഴിയും. ഇതേ കണക്ക് തന്നെ മറ്റൊരു തരത്തിൽ ചോദിച്ചിരുന്നു എന്നിരിക്കട്ടെ. രണ്ടിലും വിജയിച്ചവർ, തോറ്റു എന്നതിന് പകരം രണ്ടിലും വിജയിച്ചവരുടെ എണ്ണമാണ് ഇവിടെ തന്നിരുന്നതെന്നിരിക്കട്ടെ. വിജയിച്ചവരുടെ എണ്ണം 25 എന്ന് തന്നിരുന്നു എന്നിരിക്കട്ടെ. രണ്ടിലും വിജയിച്ചവർ, മാത്സിലും ഇംഗ്ലീഷിലും വിജയിച്ചവർ 25. നേരത്തെ രണ്ടിലും തോറ്റവർ തന്നപ്പോഴാണ് തോറ്റവരുടെ വിവരം എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തത്? ഈ വെൺചിത്രം വരച്ചത്. ഇപ്പോൾ നമുക്ക് തന്നത് ഇവിടെ ജയിച്ചു, ഇവിടെ ജയിച്ച ആൾക്കാരുടെ എണ്ണം, ഇവിടെ രണ്ടിലും വിജയിച്ചവരുടെ എണ്ണം. ഇവിടെ നമ്മൾ തോറ്റ ആൾക്കാരിലേക്ക് പോകേണ്ട കാര്യമില്ല. കാരണം വിജയികളുടെ കാര്യം തന്നെയാണ് ഇൻഡിവിജ്വലായിട്ട് പറഞ്ഞിരിക്കുന്നത്, വിജയികളുടെ കാര്യം കോമൺ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് വിജയികളുടെ കാര്യം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 25 സെൻറ്ററിൽ എഴുതാൻ കഴിയും. രണ്ടിലും വിജയിച്ചവരാണല്ലോ. മാത്സിൽ വിജയിച്ചവർ എത്ര പേരായിരുന്നു? 50 വന്നപ്പോൾ ഇവിടെ നമ്മൾ ഇനി എന്ത് എഴുതിയാൽ മതി? 25 എഴുതിയാൽ മതി. 25 എത്രയാണ് വരിക? 50 വരിക. ഇവിടെ 70 പേരാണ് വിജയികളായിരുന്നത്. 70 വിജയികളിൽ 25 പേർ നാം ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എത്ര പേർ എഴുതിയാൽ മതി? 70-ൽ നിന്ന് 25 പോയാൽ എത്ര വരുന്നു? 45 പേരെ നമുക്ക് എഴുതിയാൽ മതി. അപ്പോൾ എന്താണ് വരിക? 25-ഉം 45-ഉം എത്ര വരുന്നു? 70. 50 മാത്സിൽ വിജയിച്ചു, ഇംഗ്ലീഷിൽ 70 വിജയിച്ചു. 25 കോമൺ ആണ്. കോമണായി വന്നപ്പോൾ നമ്മൾ 25 ഒരു പ്രാവശ്യം എഴുതിയുള്ളൂ, ബാക്കി നമ്മൾ കുറവ് ചെയ്ത് എഴുതി, ഇല്ലേ? അപ്പോഴങ്ങനെയാകുമ്പോഴെന്ത് വന്നു? 25, 50, 50, 45, 95 പേർ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ, 2 സബ്ജക്റ്റിൽ വിജയികളായവർ ആ കൂട്ടത്തിലുണ്ട്, ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലെങ്കിലും വിജയികളായവർ ആ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഒന്നിനും ജയിക്കാത്ത ആൾക്കാർ, ഒരു സബ്ജക്റ്റിലും ജയിക്കാത്ത ആൾക്കാർ എത്രയാണ്? 100 പേരല്ലേ ഉള്ളത്? 5 പേർ എന്ന് നമുക്കവിടെ ഉത്തരം കിട്ടി. അപ്പോൾ ഇത് മറ്റൊരു സ്റ്റൈലിൽ വന്നാലും മറ്റൊരു ടൈപ്പിൽ വന്നാലും നമുക്കതിൻ്റെ ഉത്തരം എഴുതാൻ കഴിയും. ഇനി ഇത് വെൺചിത്രം ഉപയോഗിക്കാതെ എങ്ങനെ എഴുതാൻ കഴിയുമെന്ന് നോക്കൂ. നമുക്കിവിടെ എല്ലാം കോമൺ ആയിട്ടുള്ളതല്ലേ തന്നത്? 50, ഗണിതത്തിൽ 50 വിജയികൾ, ഇംഗ്ലീഷിൽ എത്രയാണ്? 70 വിജയികൾ. 70 വിജയികൾ വന്നു. രണ്ടിലും വിജയിച്ചവർ 25. എല്ലാം വിജയികൾ തന്നെയാണ്. നമ്മൾ ഈ വെൺചിത്രത്തിലേക്ക് എങ്ങും പോകണ്ട. നമുക്കിപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ട്. നമ്മൾ എന്തായിരിക്കും അവിടെ ചെയ്യുക? 50 + 70. 50 + 70 എത്ര കിട്ടി? 120 എന്ന് കിട്ടി. അതിൽ നിന്ന് എന്ത് ചെയ്യുക? ഇതിനകത്ത് ഈ 25 രണ്ടിലും ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു 25 നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൽ നിന്ന് മൈനസ് ചെയ്യുന്നു. ഒരു 25 മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് ഉത്തരം കിട്ടി? 95 അല്ലേ? 50-ൽ നിന്ന് 50-ഉം 70-ഉം 120ആണ്. 120-ൽ നിന്ന് 25 പോയാൽ 95 എന്ന് നമുക്ക് ജയിച്ചവരുടെ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ ജയിച്ചവരുടേത് 95 ഉത്തരം കിട്ടുന്നു. അതുകൊണ്ട് തന്നെ 2 സബ്ജക്റ്റിലും പരാജിതരായവർ 5 പേർ എന്ന് കിട്ടുന്നു. നമുക്ക് വളരെ എളുപ്പത്തിൽ നിമിഷങ്ങൾക്കുള്ളിൽ ഇതിൻ്റെ ഉത്തരം കണ്ടെത്താൻ കഴിയും.
അടുത്തതായി ഈ കണക്കൊന്ന് നോക്കൂ. ഒരു ഗ്രാമത്തിലെ 5000 സാക്ഷരരിൽ 35% പേർക്ക് ഇംഗ്ലീഷും 60% പേർക്ക് ഹിന്ദിയും സംസാരിക്കാൻ കഴിയും. 30% പേർക്ക് ഹിന്ദിയോ ഇംഗ്ലീഷോ സംസാരിക്കാൻ അറിയില്ല. എങ്കിൽ ഹിന്ദിയും ഇംഗ്ലീഷും സംസാരിക്കാൻ കഴിയുന്നവരുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എ 1200, ബി 1250, സി 1300, ഡി 1350. ഇത് 2012 ഫോറസ്റ്റർ പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ കണക്കിൻ്റെ വിശദാംശങ്ങൾ നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ്? ആകെ 5000 പേരാണ് അവിടെയുള്ളത്. സാക്ഷരർ 5000 പേരാണ്. അതിൽ ഇംഗ്ലീഷ് അറിയുന്നവർ 35%. ശതമാനത്തിലാണ് തന്നിരിക്കുന്നത്. 35% പേർക്ക് ഇംഗ്ലീഷ് അറിയാം, 60% പേർക്ക് ഹിന്ദി അറിയാം. രണ്ടും സംസാരിക്കാൻ അറിയാത്തവർ 30% പറയുന്നു. അപ്പോൾ നമ്മൾ അവിടെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഉടൻ തന്നെ നമ്മുടെ മനസ്സിലേക്ക് എത്തിയ കാര്യം എന്താണ്? രണ്ടും സംസാരിക്കാൻ അറിയാത്തവരുടേതാണ് തന്നിരിക്കുന്നത്, പക്ഷേ ഇൻഡിവിജ്വലായിട്ട് സംസാരിക്കാൻ കഴിയുന്നവരുടെ എണ്ണമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന്, ഈ ശതമാനത്തിൽ നിന്ന് സംസാരിക്കാൻ കഴിയാത്തവരുടെ ശതമാനം എടുക്കണം. ഓരോ സബ്ജക്റ്റിലും സംസാരിക്കാൻ കഴിയാത്തവരുടെ ശതമാനം എടുക്കണം. ഇവിടെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്നവർ 35%. 35% പേർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമെങ്കിൽ ടോട്ടൽ എത്ര വരിക? 100% വരിക. നമുക്കറിയാം, സ്വാഭാവികമായിട്ട് 100% എടുക്കുമ്പോൾ അതിൻ്റെ ഫുള്ള് 100%. 35% പേർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ അവരിൽ 100-ൽ നിന്ന് 35 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 65%. 65% പേർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല. 60% പേർക്ക് ഹിന്ദി സംസാരിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ 40% പേർക്ക് എന്ത് കഴിയില്ല? ഹിന്ദി സംസാരിക്കാൻ കഴിയില്ല. അങ്ങനെയാകുമ്പോൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്, രണ്ടും സംസാരിക്കാൻ കഴിയാത്തവരുടെ ശതമാനം നമുക്ക് തന്നിട്ടുണ്ട്. 30% 30% നമുക്കിവിടെ തന്നിട്ടുള്ളതാണ്. അപ്പോഴങ്ങനെയാണെങ്കിൽ നമുക്കിത് എങ്ങനെ എഴുതാം? ഇംഗ്ലീഷ്, ഇത് ഇംഗ്ലീഷിൻ്റേതായിട്ടുള്ള സർക്കിളാണ്. ഇവിടെ നമുക്ക് 65 എഴുതാൻ കഴിയുമോ? കഴിയില്ല. 30 ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് 30 നീക്കം ചെയ്തിട്ട് വേണം നമ്മളിവിടെ എഴുതാൻ. അപ്പോൾ എത്ര എഴുതാം? 35%. കറക്റ്റ് അല്ലേ? ഈ 35ഉം 30ഉം കൂടെ ആകുമ്പോൾ എത്ര വരും? 35ഉം 30ഉം 65% വരുന്നുണ്ടല്ലോ. 65% വരുന്നുണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തവരുടേത്. ഇനി ഹിന്ദി സംസാരിക്കാൻ അറിയാത്തത് 60% പേർക്ക് അറിയാമായിരുന്നു. അപ്പോൾ 40% പേർക്ക് അറിയില്ല. പക്ഷേ ഇവിടെ 30 ഉണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ 10% എഴുതിയാൽ മതി. എന്തുകൊണ്ട്? 30%വും 10%വും ചേർന്നാൽ 40% ആയിക്കൊള്ളും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ എന്താണ്? ഇംഗ്ലീഷും ഹിന്ദിയും ഇംഗ്ലീഷോ ഹിന്ദിയോ സംസാരിക്കാൻ കഴിയാത്തവരുടെ ശതമാനം നമ്മൾ എങ്ങനെ കാണുക? 35ഉം 30ഉം എത്ര വന്നു? 35, 35ഉം 30ഉം എത്ര കിട്ടി നമുക്ക്? 65. 65ഉം 10ഉം 75% പേർക്ക് ഇംഗ്ലീഷോ ഹിന്ദിയോ സംസാരിക്കാൻ കഴിയില്ല എന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും സംസാരിക്കാൻ കഴിയുന്നത് എത്ര പേരാണ്? രണ്ടും സംസാരിക്കാൻ കഴിയുന്നവർ എത്ര പേരാണ്? 25% പേരാണ് എന്ന് നമുക്ക് മനസ്സിലായി. 75% പേർക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. കഴിയാത്ത സാഹചര്യത്തിൽ 100-ൽ 75% പോയാൽ 25% പേർക്ക് സംസാരിക്കാൻ കഴിയും. പക്ഷേ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിൽ എണ്ണം, ശതമാനം പറയാനല്ല പറഞ്ഞത്, എണ്ണം പറയാനാണ് പറഞ്ഞത്. നമുക്ക് ടോട്ടൽ എണ്ണം തന്നിട്ടില്ലേ? 5000. 5000ൻ്റെ 25% നമുക്ക് കണക്കൊന്നും ചെയ്ത് നോക്കാം. 5000 ഗുണം 25/100 എന്നൊന്നും എഴുതണ്ട. നമുക്കറിയാം 100%ൻ്റെ 1/4, 4/1 എന്ത്? 25 അല്ലേ? 100നെ 4 കൊണ്ട് ഭാഗിക്കുന്നതല്ലേ 25. അപ്പോൾ നമ്മൾ 5000ത്തെ 4 കൊണ്ട് ഭാഗിച്ചാൽ മതിയല്ലോ. 5000ത്തെ 4 കൊണ്ട് ഭാഗിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും കിട്ടുക? 5000ത്തിൻ്റെ പകുതി 2500. 2500ൻ്റെ പകുതി 1250. അപ്പോൾ നമുക്ക് അവിടെ കറക്റ്റായിട്ട് നമുക്ക് ഉത്തരം കിട്ടി. എന്താണ്? 1250 പേർക്കാണ് എന്ത് നമ്മളോട് ചോദിച്ചത്? ഈ രണ്ട് സബ്ജക്റ്റും സംസാരിക്കാൻ കഴിയുന്നവർ എത്ര എന്നാണ് നമ്മൾ ചോദിച്ചത്. രണ്ട് വിഷയവും സംസാരിക്കാൻ കഴിയുന്ന ആൾക്കാരുടെ എണ്ണം 1250 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നിങ്ങൾക്ക് മറ്റേ രീതിയിൽ ഇത് വെൺചിത്രം വരയ്ക്കാതെ തന്നെ ചെയ്യാം. ഇവിടെ അറിയുന്നവരുടെ എണ്ണമാണ്, അറിയാത്തവരുടെ എടുക്കുക. ഇത് 35 ആയപ്പോൾ നമുക്ക് അത് 5000ത്തിൽ നിന്ന് എടുക്കരുത്. ഇത് ആളുകളുടെ എണ്ണമാണ്, ഇത് ശതമാനമാണ്. ശതമാനമാകുമ്പോൾ ഇത് 100 വെച്ചുകൊണ്ടാണ് എടുക്കേണ്ടത്. 100-ൽ നിന്ന് 35 പോയാൽ 65, 60-ൽ നിന്ന് 60 പോയാൽ 40. അപ്പോൾ നമുക്ക് 65-ഉം 40-ഉം കിട്ടി. 65%-വും 40%-വും തമ്മിൽ കൂട്ടുക.
65 40 കൂടി കൂട്ടുമ്പോൾ എത്ര ശതമാനമെന്ന് കിട്ടുന്നു? 105% കിട്ടുന്നു. അതിൽ കോമണായി സംസാരിക്കാൻ കഴിയാത്ത ആളുകളുടെ എണ്ണം കുറയ്ക്കുക. 105-ൽ നിന്ന് 30% കുറയ്ക്കുമ്പോൾ 75% കിട്ടുന്നു. 75% നമുക്ക് എന്താണ്? ഈ രണ്ട് ഭാഷയും സംസാരിക്കാൻ അറിഞ്ഞുകൂടാത്ത ആളുകളുടെ എണ്ണം. അപ്പോൾ 100-ൽ നിന്ന് 100% നിന്ന് 75% പോയാൽ 25% ഇത് രണ്ട് സംസാരിക്കാൻ കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. 5000 ടോട്ടൽ ആൾക്കാർ. 5000-ൻ്റെ 25% 1250 നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മൾ അതിൽ നിന്ന് ഉത്തരം കണ്ടെത്തുന്നു. ഇത്രയേ ഉള്ളൂ കാര്യം. ഇങ്ങനെയുള്ള കണക്കുകൾ ചോദിച്ചാൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയും. ഞാൻ ഏതാനും കണക്കുകൾ കൂടി നിങ്ങൾക്ക് സ്വയം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ നൽകുകയാണ്. ശ്രമിച്ചു നോക്കൂ. അതിൻ്റെ ശരിയായ ഉത്തരം, നിങ്ങൾക്ക് കിട്ടുന്ന ശരിയായ ഉത്തരം കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. വീഡിയോയും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. വിജയാശംസകൾ. ഗുഡ് ബൈ.